അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിന്റെ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അതീവ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. നിർണായകമായ ധാരണാപത്രം തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ ഒപ്പുവെക്കാൻ സാധിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ അത്തരമൊരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്ന സൂചനകളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ നയതന്ത്ര തർക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെയും മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭരണകൂടങ്ങളെയും ഒരേപോലെ വലിയ ആകാംക്ഷയിലായിട്ടിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച നടക്കുന്ന ചർച്ചകളെ ഒരു അന്തിമ ഒപ്പുവെക്കൽ ചടങ്ങായല്ല ടെഹ്റാൻ കാണുന്നത്. മറിച്ച് ദീർഘകാലമായി തുടരുന്ന നയതന്ത്ര ചർച്ചകളുടെ ഒരു പരീക്ഷണ ഘട്ടമായി മാത്രമാണ് ഇറാൻ ഈ ദിവസത്തെ വിലയിരുത്തുന്നത്. കരാറിലെ പല സുപ്രധാന വ്യവസ്ഥകളിലും ഇനിയും വ്യക്തത വരാനുണ്ടെന്നും അതിനു മുൻപ് ധൃതി പിടിച്ച് കരാർ ഒപ്പുവെക്കാൻ തങ്ങൾ തയ്യാറില്ലെന്നുമാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകളിൽ ഇപ്പോഴും കനത്ത തർക്ക വിഷയമായി തുടരുന്ന പല കാര്യങ്ങളും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. തങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന സാമ്പത്തിക എണ്ണ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന കാര്യത്തിലും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഫണ്ടുകൾ വിട്ടു നൽകുന്നതിലും കൃത്യമായി ഉറപ്പുകൾ ലഭിക്കണമെന്ന വാശിയിലാണ് ഇറാൻ. എന്നാൽ ഇതിന് വിരുദ്ധമായി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി അമേരിക്കൻ ഭരണകൂടം തങ്ങളെ അകാലത്തിലുള്ള ഒരു കരാറിനായി സമ്മർദ്ദത്തിലാക്കുകയാണെന്നാണ് ഇറാന്റെ ആക്ഷേപം. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വിജയമായി ഉയർത്തിക്കാട്ടാനുള്ള സുവർണാവസരമാണ്. പ്രത്യേകിച്ച് ആഭ്യന്തരമായി കോടതികളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇറാനുമായി ഒരു നയതന്ത്ര വിജയം നേടുന്നത് ട്രംപിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച തന്നെ കരാർ ഒപ്പുവെക്കുമെന്ന രീതിയിൽ വൈറ്റ് ഹൌസ് വൻതോതിൽ പ്രചാരണം നടത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ അമിതമായ തിടുക്കവും തന്ത്രങ്ങളും തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാതെ യാതൊരുവിധ രേഖകളിലും ഒപ്പുവെക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ചർച്ചകളെ ഉപയോഗിക്കുന്നത് തടയാനാണ് ഇറാന്റെ ഇപ്പോഴത്തെ ശ്രമം. ഈ നയതന്ത്ര അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തുന്നത് മിഡിൽ ഈസ്റ്റിലെ കലുഷിതമായ അന്തരീക്ഷത്തിന് വലിയൊരു ആശ്വാസമാകുമെന്നാണ് ആഗോള സമൂഹം കരുതുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇസ്രയേൽ, ലെബനൻ, ബഹ്റൈൻ തുടങ്ങിയ മേഖലകളിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്ക് വിരാമമിടാൻ ഈ കരാറിന് സാധിച്ചേക്കും. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയായ ഹോർമുസ് കടലെടുക്ക് വീണ്ടും സുരക്ഷിതമായി തുറക്കപ്പെടാനും ഈ ചർച്ചകളുടെ വിജയം അനിവാര്യമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളുടെ സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ ഇരുപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒപ്പുവെക്കേണ്ട തീയതിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കങ്ങൾ ഈ വലിയ സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. നിലവിൽ വാഷിംഗ്ടണും ടെഹ്റാനും ലോകത്തിന് മുന്നിലേക്ക് നൽകുന്നത് തികച്ചും വിരുദ്ധമായ സന്ദേശങ്ങളാണ്. അന്തിമ കരാറിലേക്ക് കാര്യങ്ങൾ എത്രത്തോളം അടുത്തു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇരുപക്ഷത്തിനും രണ്ടു തരം അഭിപ്രായങ്ങളാണുള്ളത്. ചർച്ചകൾ വിജയത്തിന്റെ തൊട്ടടുത്തെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ഈ പരസ്യമായ വാക്പോര് നയതന്ത്ര മേശയിലെ രഹസ്യാത്മകതയെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യം നൽകുമ്പോൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ കരാറിനെ എതിർക്കുന്ന കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ഭരണകൂടത്തിന് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമേരിക്കയ്ക്ക് മുൻപിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ അത് രാജ്യത്തിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു ആഭ്യന്തര സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് ഇറാൻ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടെ പ്രതികരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഞായറാഴ്ചത്തെ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് വിചാരിച്ചതുപോലെ ഒരു ധാരണാപത്രം ഒപ്പുവെക്കാൻ ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അതോ ഇറാന്റെ കർശന നിലപാടുകൾക്ക് മുൻപിൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുമോ എന്നത് നിർണായകമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം കലുഷിതമായ ഒരു വഴിത്തിരിവിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.